പ്രഭാഷണത്തിലേക്ക് ഒന്നും പോകുന്നില്ല. ഈ സമര പ്രഖ്യാപന കൺവെൻഷൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ 17-ാം തീയതി കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെയും ദളിതാദിവാസി വിഭാഗങ്ങളുടെയും നേതാക്കളെ ഒരു ഗൂഗിൾ മീറ്റിലൂടെയാണ് വിളിച്ചു ചേർത്തത്. 170-ലധികം നേതാക്കൾ പങ്കെടുത്ത ഗൂഗിൾ മീറ്റിൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ കെ ആമുഖമായി പറഞ്ഞൊരു കാര്യം, ചരിത്രത്തിനിടയിൽ ഞങ്ങൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. ഐക്യത്തിൻ്റെയും സമന്വയത്തിൻ്റെയും പാത സ്വീകരിക്കുന്നതിന് പല ഘട്ടങ്ങളിലും കഴിയാതെ പോയെങ്കിൽ ഇനിയും ഐക്യപ്പെടാതിരിക്കുവാൻ ഒരു കാരണം പോലും ഇനിയും അവശേഷിക്കുന്നില്ല. കേരളത്തിൻ്റെ 7 പതിറ്റാണ്ട് കാലം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അതായതുകൊണ്ട് കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളും ദളിതാദിവാസി വിഭാഗങ്ങളും സാമൂഹികമായും രാഷ്ട്രീയപരമായും ഐക്യപ്പെടുന്നതിനും അവർക്ക് നേരെ ഉണ്ടാകുന്ന വെല്ലുവിളികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിനും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിനുള്ള ആമുഖമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇത്. 17-ന് ശേഷം വിവിധ മീറ്റിങ്ങുകൾ വിളിച്ചു. ആരെയും പ്രത്യേക ക്ഷണിതാക്കളെന്ന നിലയ്ക്കോ പ്രത്യേക സംഘടന എന്ന നിലയ്ക്കോ ആയിരുന്നില്ല. എല്ലാവരോടും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും സ്വകാര്യ സംഭാഷണങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ വിളിച്ചത്. ഇപ്പോൾ നിലവിൽ 26 സംഘടനകളും 7 രാഷ്ട്രീയ പാർട്ടികളുമാണ് പ്രത്യക്ഷമായി പിന്തുണച്ചതല്ല, ഇത് ഏറ്റെടുത്തത്. എന്നാൽ ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ആളുകളാണ് കാസർഗോഡ് മുതൽ ഈ പാറശാല വരെയുള്ള സ്ഥലങ്ങളിൽ നമ്മളെ പിന്തുണയ്ക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ കാണുന്ന ആളുകൾക്കറിയാം, സ്വന്തം സംഘടനയുടെ പേരിൽ എത്രയോ സംഘടനകളാണ് ആരോടും ആലോചിക്കാതെ ഈ ഹർത്താലിനെ പിന്തുണയ്ക്കുന്നത്. CSDS, DSM, ചേരമ സാംബവ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, ദളിത് സമുദായ മുന്നണി, AKCHMS, അഖില കേരള ചെറുമന്ത മഹാസഭ, ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ, അംബേദ്കറേറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, കേരള ചേരമർ സംഘം, KPMS, VCK, NDLF, ആദി ജനസഭ, സാധുജന സംയുക്ത വേദി, സാധുജന വിമോചന വേദി, ഡോക്ടേഴ്സ് അസോസിയേഷൻ, കേരള ഉള്ളാട മഹാസഭ, കേരള സാംബവ സഭ, ഓൾ കേരള ചെമ്മാൻ സമാജം, DHRM, അംബേദ്കർ പട്ടികജാതി മതേതര സമത്വ സമാജം, AIPW, B മിഷൻ, DCF, കേരള മന്നാൻ സൊസൈറ്റി, പരോൾ മഹാസഭ, പരവർ സൊസൈറ്റി, ദളിത് സേന, ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് SC/ST ഓർഗനൈസേഷൻ, പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ ബഹുജൻ സമാജ് പാർട്ടി, വെൽഫെയർ പാർട്ടി, CMP, BNP, ജനശക്തി പാർട്ടി, CPI ML, സെൻറ്റർ ഓഫ് കേരള ട്രേഡ് യൂണിയൻ, ഇത്രയും സംഘടന, ഇത്രയും രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണച്ചിട്ടുണ്ട്. ജനതാദൾ പിന്തുണച്ചിട്ടുണ്ട്. ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ രാഷ്ട്രീയകാര്യ സമിതി പിന്തുണച്ചിട്ടുണ്ട്. ആത്മീയ പ്രസ്ഥാനം എന്ന നിലയിൽ PRDS പരോക്ഷമായി പിന്തുണച്ചിട്ടുണ്ട്. VPMS, വേലൻപതിയാൻ മഹാസഭ, VPMS പിന്തുണച്ചിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും പങ്കെടുക്കുന്നതിൽ പല ആളുകളുടെയും പേര് പറഞ്ഞിട്ടുണ്ടാവില്ല. അത്തരം ആളുകളുടെ പേപ്പറിൽ കുറിച്ചു കൊടുത്താൽ അത് ചെയ്യാം. ഇനിയുള്ള മുന്നോട്ടുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അത്തരത്തിൽ ചെയ്യാം. 28 കേരളത്തിൻ്റെ ചരിത്രത്തിൽ ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കേരള ദളിത് ഫാദേഴ്സ് ചോദ്യം ചെയ്യാൻ ഇനിയും ഒരു ജനതയുണ്ടെന്നുള്ള ഭയം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വിതറുകയാണ്. ജയ് ഹിന്ദ്.